ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും JBR ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും ഓർക്കിഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓർക്കിഡിന് കൊടുക്കുന്ന വളം നമ്മളെപ്പോഴും വളർച്ചയ്ക്കുള്ളതാണ് കൊടുക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ഗ്രീൻ കെയറാണ്, ഫ്ലവറിനുള്ള വളം ഇന്ന് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗ്രീൻ കെയർ. ഇടയ്ക്ക് ഞാൻ വളം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. 13, 27, 27 ഇത് ഫ്ലവറിനുള്ളതാണേ. ഇത് പ്ലാന്റ് വളരാനുള്ളതാണേ. തൈയൊക്കെ പെട്ടെന്ന് വളർന്നു കിട്ടാൻ 30, 10, 10 എല്ലാ വളക്കടകളിലും. ചിലർക്കൊക്കെ സംശയം ഇതെവിടെ കിട്ടും ചേച്ചി, ഇതെവിടെ നിന്ന് വാങ്ങിക്കുന്നത്, അങ്ങനെ എല്ലാവർക്കും സംശയം ഇത് ഒന്നായിട്ടാണ് വാങ്ങിക്കുക, രണ്ടായിട്ടാണ്. നമ്മൾ വാങ്ങിക്കുമ്പം എപ്പോഴും രണ്ടെണ്ണമായിട്ട് വാങ്ങിക്കണം. ചെടി നല്ല ഹെൽത്തി ആവാൻ, വളർച്ചയ്ക്കുള്ളതും ഫ്ലവറിനുള്ളതും രണ്ടെണ്ണം ചോദിച്ച് വാങ്ങിക്കണം. ചിലർ നമുക്കെടുത്ത് അറിഞ്ഞു തരും, ഇത് രണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടും എടുത്ത് തരും. ചിലർ ഒരു ഐറ്റം മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഞാൻ എപ്പോഴും ഇത് രണ്ടും കരുതാറുണ്ട്. എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കും. എന്തെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഇത് ഓർക്കിഡിന് വളം കൊടുക്കുമ്പോൾ ഇത് മാറി മാറി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ഗ്രീൻ കെയറും കൊടുക്കാറുണ്ട്, മാറി മാറി കൊടുക്കാറുണ്ട്. നമുക്ക് 19, 19 അതും മാറി മാറി കൊടുക്കാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഒരാഴ്ച നമ്മൾ 19, 19 കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഗ്രീൻ കെയറിൻ്റെ വളർച്ചയ്ക്കുള്ളത്, അതിൻ്റെ ഇടയിലായിട്ട് ഫ്ലവറിനുള്ളതും കൊടുക്കണം. ഇങ്ങനെ മാറി മാറിയാണ് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേനലാകുമ്പോൾ നമ്മൾ വേറെ ജൈവമായിട്ടുള്ള നമ്മൾ വളങ്ങളും കൊടുക്കും. ഓർക്കിഡിന് നമ്മൾ എല്ലാം നല്ല രീതിയിൽ കൊടുക്കണം. അതിന് മണ്ണിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പം നമ്മൾ ഈ കൊടുക്കണ വളമൊക്കെയാണ് അതിനുള്ളതെന്നാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും, ഫ്ലവർ നമുക്കെപ്പോഴും കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഫ്ലവറിനുള്ളത് കൊടുത്തില്ലെങ്കിൽ ചെടി തഴച്ച് വളരും, ഫ്ലവർ അങ്ങ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും മാറി മാറി നമ്മൾ കൊടുക്കണം. ഇത് നമ്മളെ 12 കൊല ഫ്ലവർ തന്ന നമ്മളെ ഇതാണ് ഡെൻഡ്രോഫിയല്ല, ഫെലനോസിസ് ഓർക്കിഡാണ്. അത് ഫ്ലവറെല്ലാം എന്താ കണ്ട കഴിഞ്ഞ്, ഇനി കുറച്ച് ഫ്ലവർ മാത്രമേ ഉള്ളൂ. നമ്മളെന്നാലും ഇതിന് വളം കൊടുക്കണം. വളം കൊടുക്കുകയും ചെയ്യണം. ഈ വന്ന് നിൽക്കുന്ന ഫ്ലവർ വന്നിട്ടുള്ള ഈ തണ്ടുകളൊന്നും ഇനി നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. നമ്മൾ ഡെൻഡ്രോഫി ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് കട്ട് ചെയ്യരുത്. ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കണം. ഇതിൽ നിന്ന് നമുക്കിനി അടുത്ത് ഫ്ലവർ വരാനും സാധ്യതയുണ്ട്, നമുക്ക് തൈ കിട്ടാനും സാധ്യതയുണ്ട്. എന്തായാലും എന്താണെന്നുള്ളത് ഞാൻ എല്ലാം ഓരോ വീഡിയോ ആയിട്ട് കൂട്ടുകാരുമായിട്ട് വയ്ക്കും. കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്ലാന്റിനെ പറ്റി ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടമാവണുണ്ടോ, ബോറടി ആവണുണ്ടോ എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നാലേ നമുക്കറിയാവൂ. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ വേണോ എങ്കിൽ ഒന്ന് പറയണം. ഞാൻ ചെയ്യണ രീതിയാണ്, മറ്റുള്ളവർ ചെയ്യണ രീതിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പലരും പല രീതിയിലാണ് ഓർക്കിഡ് നോക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ രീതിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ വളം ചെയ്യണത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പ്ലാന്റ് നല്ല ഹെൽത്തി ആവുന്നുണ്ട്, നല്ല നിറയെ ഫ്ലവറും വരുന്നുണ്ട്, ചെടി നല്ല ബുഷിയായിട്ട് നല്ല ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ വളം ചെയ്യുന്നതെന്ന് അതിനെ പറഞ്ഞുതരാം. നമുക്ക് ഫ്ലവറിനായിട്ടുള്ള ഇതിൻ്റെ ഈ വളമാണ് എടുക്കേണ്ടത്. ഇത് കണ്ട ഒരു യെല്ലോ കളറാണ്. ഇതിൻ്റെ അടപ്പെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മണം, നല്ലൊരു മണം വരും. പക്ഷേ അതേസമയം വളർച്ചയ്ക്കുള്ള എടുക്കുമ്പോൾ അതിലില്ല. അപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് അറിയാം ഇത് ഫ്ലവറിനുള്ളതാണെന്ന്. നമുക്ക് ഒരു ഡൗട്ടും കണ്ണിൽ മാറിപ്പോകില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് പറയണത്. 1 ലിറ്റർ വെള്ളത്തിന് ഇങ്ങനെ ഇതിന് 1 സ്പൂൺ എടുക്കേ. കുറച്ച് പ്ലാന്റൊക്കെ ഉള്ളവർ കുറച്ചെടുത്താൽ മതി. ഞാൻ ഇത് 1 സ്പൂൺ എടുക്കും. ഇത് പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് കലക്കിയിട്ട് നമുക്ക് വേണ്ട ഇത് കലങ്ങി വരുമ്പോൾ നല്ല യെല്ലോ കളറിൽ തന്നെ ഇരിക്കും.
കുറച്ച് പ്ലാന്റ് ഉള്ളവർ നമ്മളതനുസരിച്ച് വളം 1/2 ടീസ്പൂൺ 1/2 സ്പൂൺ എടുത്താലും മതിയാവുമേ. ഇപ്പോൾ എനിക്ക് പ്ലാന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം സ്പ്രേ ചെയ്തെടുക്കാം. ഈ പ്ലാന്റിനെല്ലാത്തിനും നന്നായിട്ട് അതിൻ്റെ ചുവട്ടിൽ നമുക്ക് കൊടുക്കണം, അതിൻ്റെ ലീഫിൽ മൊത്തം കൊടുക്കണം. ലീഫ്, അതിൻ്റെ വേര്, ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ മാറി മാറി ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തതിലേ കാര്യമുള്ളൂ, എന്നാലേ നമ്മൾ വിചാരിക്കുമ്പോൾ റിസൾട്ട് കിട്ടുള്ളേ. ഇതിൽ മുട്ടൊക്കെ വന്നിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ അടിക്കണ കൂട്ടത്ത് കുറച്ച് ഇതിനും കൊടുക്കണുണ്ടേ. ഇതുപോലെ എല്ലാത്തിനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം, മാറി മാറി ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. വളം ഒരിക്കലും കൂടി പോകരുത്, കുറഞ്ഞു പോയാലും കൂടി പോകരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയും പോലെ ഷെയറും ചെയ്യണം. അപ്പോൾ ഓക്കേ.